ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളില്ലേ കാലത്ത് പുറപ്പെടുകയാണ്. ന്യൂ ഹാംഷെയർ ഒരു എന്തൊക്കെയോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ണിയേട്ടനെ ബുക്ക് ചെയ്ത്. അപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ്. പോകെ പറയാം. കാർ സീറ്റിലിരുന്നാൽ മതി അമ്മേൻ്റെ കുഞ്ഞമ്മണി. അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പുറപ്പെട്ടത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൺ ദ വേ ഒരു മെക്ഡിയിൽ കയറിയിട്ട് ചെറുതായിട്ട് ഒരു ക്വിക്ക് ബൈറ്റ് ഞങ്ങളെടുത്തു. അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മളിവിടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇത് ക്രാൻമോർ മൗണ്ടെയിനിലുള്ള ഒരു അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ. പല ആക്ടിവിറ്റീസും ചെയ്യാം കേട്ടോ. വിൻ്ററിലില്ലേ സ്കീയിങ് ഇല്ലേ, നമ്മളിങ്ങനെ വരുന്ന മഞ്ഞിക്കൂടെ വഴുതിയിട്ട് അതിൻ്റെ മലയാ കാണുന്നത് കണ്ടോ. അത്രയും ഹൈറ്റ് ഇങ്ങനെ ഇറങ്ങി വരും. അത് വിൻ്ററില്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ വെയിലും കൊണ്ട് പോണ സാധനത്തിൽ നമ്മൾ പോകുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല ഇവരെന്തെല്ലാം ബുക്കാക്കിയത്. കുറേ ഉണ്ട്. സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. ആമീനെ പുറകിലിരുത്തി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട് പോലത്തെ സാധനം വെച്ച സൈക്ലിംഗ് എല്ലാം ഉണ്ട്. ആമി ആരെയും എക്സൈറ്റഡ് പൊന്നെ. ആരെ കാത്തിരിക്കാം? ആമി ആരെ വെയിറ്റ് ചെയ്യണം? ക്ലാസ് ഇല്ല. ആന്ന് മറന്നുപോയി. ആമീന്റെ ക്ലാസ് മറന്നുപോയി. സാരമില്ലടാ, കുഴപ്പമില്ലല്ലോ അല്ലേ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അവർ സ്കീയിങ്ങിന് വേണ്ടിയിട്ട് മേലേക്ക് ഇങ്ങനെ പോവും, എന്നിട്ട് സ്കീ ചെയ്തിട്ട് താഴേക്ക് വരും. ആ ഒരു സംഭവം ഇത് കണ്ട ഇരിക്കുന്നത്. നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാണ്. ആരൊക്കെ ഉണ്ടെന്നറിയാം? അബ്ദുവിൻ്റെ ഫാമിലി, അബ്ദു, ഫാത്തി, ആറ്റ്ലി, ഗ്രീഷ്മ, ഏവക്കുഞ്ഞ്. അവരെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം എല്ലാവരും എത്തി. ഇനി ഏത് അഡ്വഞ്ചർ റൈഡിൽ ആദ്യം കയറണം എന്നുള്ളൊരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെപ്പോൾ ഉണ്ണിയേട്ടൻ കയറുന്നത് ഒരു മൗണ്ടൻ ക്ലൈംബർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. ഇതാ ഇങ്ങനെ സുറെന്ന് പറഞ്ഞിട്ട് മേലോക്ക് പോകുമ്പോൾ ഇവർക്ക് കൺട്രോൾ ഉണ്ട്. പക്ഷെ താഴോട്ട് വരുമ്പോൾ അതിന് കൺട്രോൾ ഇല്ല. കണ്ട ഉണ്ണിയേട്ടൻ വരുന്ന എടുത്തേണ്ട സുറൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് താഴോട്ട് പോകും. അതിൽ എനിക്ക് ആദ്യം കയറാൻ പേടിയാന്. പക്ഷെ ഞാൻ കയറി. അമ്മ കൈ കാണിക്കണേ. പോയിട്ടാ പേടിക്കട്ടാ, നല്ലോണം പേടിക്കാ. വെറുതെ പറഞ്ഞ അമ്മ ചത്ത്. എങ്ങനെയുണ്ട്? കണ്ട ഇപ്രാവശ്യം ഞാൻ കൈയെല്ലാം വീശി. കാരണം എനിക്ക് ധൈര്യം വന്ന്. നല്ലായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. ഈ ഒരു ജയന്റ് സ്വിങ് എനിക്ക് പേടിയായി. ഞാൻ ബഹളം വെച്ച് നശിപ്പിച്ച് എന്നുവെച്ചാൽ ബാക്കി എല്ലാത്തിൽ കയറിയപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നു. വലിയ പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഭീകരമായിരുന്നു. അതിനുശേഷം നമ്മൾ ബ്രഞ്ച് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീഷ്മ നൂഡിൽസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായി. ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു മൗണ്ടൻ ക്ലൈംബർ, അതിനെന്താ പറയാമെന്നൊന്നും അറിയില്ല, ഇങ്ങനെ ഇതിലിങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ മേലേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു സമ്മിറ്റ് പോലെയൊക്കെ ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട്. ഈ മൗണ്ടന്റെ പേരെന്തായിരുന്നു? ക്രാൻമോർ. ഗൈസ്, നമ്മളിപ്പോ ക്രാൻമോർ മൗണ്ടൻ റിസോർട്ടിലാണുള്ളത്. ഇത് കണ്ട കല്യാണ മണ്ഡപമാണ് ഇത്ര. ഇത് എന്നുവെച്ചാൽ ഇവിടെ അല്ല കണ്ട ആൾക്കാരിരിക്കും. എന്നിട്ട് പെണ്ണിങ്ങനെ നടുക്കൂട്ട് ഇങ്ങനെ നടന്ന് വരും. പെണ്ണിങ്ങനെ വരും. എന്നിട്ട് ഇവിടെയാണ് കല്യാണം. ഇത് ചിലപ്പോൾ പൂവൊക്കെ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്യുമായിരിക്കും അല്ലേ. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു വ്യൂവിൽ കല്യാണം. ഇതാണ് കേട്ടോ ആ മൗണ്ടെയിൻ്റെ മോൾ ഭാഗം. ഇതവിടെ ഒരു കഫറ്റേരിയ ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങളൊരു നല്ല ചൂടായിരുന്നു, ഒരു കൊക്കക്കോളൊക്കെ കഴിച്ച്, പെപ്സി ആയിരുന്നതുകൊണ്ട് കഴിച്ച്, എന്നിട്ട് ഇങ്ങനെ മെല്ലെ താഴോട്ടേക്ക് പോന്നു. അങ്ങനെ ഈ മല ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തിടെ പോകുമ്പോൾ എന്നറിയോ, നമ്മൾ കാർ ഓടിച്ചിട്ട് മൗണ്ട് വാഷിങ്ടൺ ക്ലൈം ചെയ്യാൻ പോവുക.
അതാണ് ഇത് കണ്ടോ, ദിസ് കാർ ക്ലൈംബ് മൗണ്ട് വാഷിങ്ടൺ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കിട്ടും നമുക്ക്. നമ്മൾ മൗണ്ട് വാഷിങ്ടൺ കയറുകയാണെ. പണ്ട് നമ്മളിത് കോഗ് റെയിൽവേയിൽ കയറിയിട്ടുണ്ട്, മൗണ്ട് വാഷിങ്ടൺ കോഗ് ട്രെയിനിൽ. ഇതിപ്പോൾ റോഡ് ട്രിപ്പ്. ഉണ്ണിയേട്ടൻ ഫുള്ള് മറ്റേ സ്പോർട്സ് മോഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുവരെ കുഴപ്പമില്ല. പിന്നെ ഇതുവരെ കുഴപ്പമില്ല കേട്ടോ. നമ്മളെ നാട്ടിലത്തെ ഒരു പാലുകാച്ചിപ്പാറയുണ്ട്, അതിന്റെ അത്ര ആയിട്ടില്ല. അത് ഭയങ്കര ഡേഞ്ചറസാണ്, ഭയങ്കര സ്റ്റീപ്പ്. അയ്യോ ഇതിപ്പോ സ്റ്റീപ്പ് വന്നിട്ട് പക്ഷെ അത് ഇതിലും ഭയങ്കര സ്റ്റീപ്പ്. നിങ്ങള് കണ്ണൂരുള്ളവരാണെങ്കിൽ പോയിക്കോ. പാലുകാച്ചിപ്പാറ നല്ല സ്ഥലം. നമ്മള് എന്നാ പോയിട്ട് വരാട്ടോ, നോക്കട്ടെ എങ്ങനെയുണ്ട്. അതാണോ ഇതാണോ നല്ലത്, മൗണ്ട് വാഷിങ്ടൺ ആണോ പാലുകാച്ചിപ്പാറയാണോ നല്ലതെന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും. ഭയങ്കര ഫേമസ് അവിടെ. 1600 എത്ര മീറ്റേഴ്സ് ആണ്. സീ ലെവല്. ഈ നോർത്ത് ഈസ്റ്റേൺ നോർത്ത് അമേരിക്കയിലത്തെ ഏറ്റവും വലിയ മൗണ്ടൻ എന്നാണ് കേൾക്കണത്. പിന്നെ മുന്നേ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ റെഡ് ഇന്ത്യൻസ് ഒക്കെ സേക്രഡ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു മൗണ്ടൻ ആണ് അത്രയത്. ഞാൻ ഡീറ്റെയിൽസ് പിന്നെ പറയട്ടെ, വലിയ കുന്നായി തുടങ്ങി പേടിയാകുന്നുണ്ട്. മൗണ്ട് മിൽക്ക് ബോയിലിംഗ് റോക്ക് എന്നാണ്. അപ്പൊ തന്നെ ശരിയാണ്. പാൽക്കാശിപ്പാറയൊക്കെ സ്റ്റീപ്പാണ്, നമുക്ക് ഫീൽ. കീഴടക്കി മൗണ്ട് വാഷിങ്ടൺ ഞങ്ങള് കീഴടക്കി. സംഭവിച്ചില്ല, അതിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റ് അവിടേക്ക് നമ്മൾ പോയിട്ട് ഫോട്ടോ എടുക്കും. ഈ സമ്മിറ്റ് പോയിന്റിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണേ. ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. ഞാൻ ഇങ്ങനെ കാലൊക്കെ വിടർത്തി വെച്ചിട്ടുള്ള മീനും പിടിച്ചിട്ട്. നമ്മൾ അന്ന് കോഗ് റെയിൽവേയിൽ ഞാൻ പറഞ്ഞില്ലേ, അത് വന്നിറങ്ങിയത് ഇവിടെയാണ്. ഇത് ഈ റെയിൽപാളം ഇവിടെ വന്നിറങ്ങി. ഇവിടെ ഇതുമ്പേ ആകാശം നമുക്കിങ്ങനെ കൈ എത്തി തൊടുന്ന ദൂരത്തുള്ള പോലെ തോന്നും, പക്ഷെ അല്ല. എന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണട്ടെ. അത്ര മാത്രം കാറ്റായി ലോകത്ത്. അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങി കേട്ടോ. ഇപ്പം സമയം 6:45 ആവാറായിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ തിരിയുന്നുണ്ടാ, ദൂരെ കണ്ട കുറേ മലകൾ, മലനിരകൾ. കയറുമ്പോൾ ഉള്ളതിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ പേടി ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പം നിങ്ങൾ ഈ വണ്ടി കണ്ട, അതിൻ്റെ ടയർ നോക്കിയാൽ ത്രികോണം. അതെന്താ അറിയോ, സ്നോയിൽ ഓടിക്കാനുള്ള, മഞ്ഞുമലയിൽ കൂടെ ഓടിക്കാനുള്ള വണ്ടി അത്രേ അത്. അങ്ങനെ നമ്മൾ Airbnb ത്രൂ ബുക്ക് ചെയ്ത വീട്ടിലെത്തി. ഇതിൻ്റെ ഒരു ഹോം ടൂർ ആദ്യം കാണാം. ഇതിങ്ങനെ നമ്മൾ ഇരിക്കാനുള്ള സെറ്റപ്പാണ്, ലിവിങ് പ്ലേസ്. TV ഒക്കെ ഉണ്ട്. എങ്ങനെ ഊതാൻ? നാട്ടിൽ വിറകടുപ്പിലൊക്കെ ഊതുന്ന നമ്മൾ. ശരി. അതിനകത്ത് വുഡ് വെച്ചിട്ട് വുഡ് കണ്ടു ഞാൻ. പിന്നെ ഇവിടെ ചെറിയൊരു ഡൈനിങ് പ്ലേസ് പിന്നെയാണ്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് സെറ്റ്. ഇവിടെ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് ചുമ്മാ ഇരുന്ന് വൈബ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതാണ് നമ്മൾ വന്ന വഴി. ഇതിനകത്ത് എന്താണോ അറിയില്ല കേട്ടോ എനിക്ക്. ഇതെന്താ എനിക്കറിയില്ല, എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് അനദർ ഇൻട്രസ്റ്റിംഗ് സംഭവം. അയ്യോ എന്താ അറിയോ, ജക്കൂസി ഹോട്ട് ടബ് ഇവിടെ ഇങ്ങനെ പോകും. ഇന്ന് ഇതുവഴി ആ ഡോർ കണ്ടോ, ആ ഡോർ ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോർ. അത് ഞാൻ അതുവഴി കാണിച്ചു തരാം. അടച്ചു, കാരണം കൊതുക് തന്നാലോ. ഞാൻ ഇവിടെ നിന്നും പോവാം കേട്ടോ പുറത്തേക്ക്. ഇവിടെ ഒരു ഡോറുണ്ട്. ആമി പെണ്ണ്. ഹായ് ആമി. ഹായ്. കാല് തുടക്കുക പുറത്ത് പോയി വന്നുകൊണ്ട്. നല്ല കിച്ചൺ. പിന്നെ ഇതെന്താ, ഇത് ഡ്രയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പേസ്. ഇത് ചുമ്മാ നല്ല രസമുണ്ട് ഇത് കണ്ടോ. പിന്നെ ഇതിന്ന് നമ്മൾ കയറി വന്ന സ്ഥലമില്ലേ, ആ സ്ഥലമില്ല അത്. ഹായ്, യോഗ മാറ്റൊക്കെ ഉണ്ട് ഇവിടെ. കമണി. ഇത് റോക്കിംഗ് ചെയറാണോ? അല്ല, ചുമ്മാ ചെയർ, റോക്ക് ചെയ്യാനില്ല. ഇനി ഇതൊരു ഗസ്റ്റ് ബാത്റൂം പോലെ ഷവറും ഉണ്ട്.
ടയേർഡാണ് ഞാൻ. കൊള്ളാം. ഇനി ഇതൊരു സ്റ്റോറേജ് ആണേ. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ബുക്സൊക്കെ ഉണ്ടോ? ഈ ബെഡ്റൂമിനകത്ത് ഇങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഗേൾസ് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ബെഡ്റൂം. പിന്നെ എക്സ്ട്രാ ബെഡൊക്കെ ആ ഒരു റൂമിൽ അവർ അവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകണ്ട കേട്ടോ. ഇനി ഇവിടെയുണ്ട് ഈ ഫയർ പ്ലേസ്. അവിടെ കയറണോ? ഒരു മിനിറ്റേ, അമ്മ വരാം. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ആ ജക്കൂസി, ആ ഹോട്ട് ബാക്സസ് ഉള്ള റൂമാണ് ഇത്. ഇങ്ങനെ അടച്ചു, കമ്പനി അടച്ചു. ബാ, ഇനി ഒരു റൂമും കൂടെ ഉള്ളത്. ഇതാണ് ആ റൂം. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഓ, നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല ഗൈസ്, നമുക്ക് അറ്റാച്ച്ഡ് ഹോട്ട് ടബാണുള്ളത്. കുഴപ്പമില്ല, അത് മതി. ഡ്രസ്സിലേക്കാണ് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഷവർ. ഓ, കുളിക്കാം നമുക്ക്. വാ. എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മാരിനേറ്റൊക്കെ ചെയ്ത് കൊണ്ടുവന്ന ചിക്കനും ഷ്രിമ്പും ബീഫും പനീറും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. എങ്ങനെയുണ്ട്? കളർഫുൾ ആയിട്ടില്ലേ? അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കേട്ടോ. ഫസ്റ്റ് ബാച്ച് ബാർബിക്യൂ തീർക്കുമ്പോൾ സെക്കൻഡ് ബാച്ചൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇടയിൽ പാട്ട് വെച്ചതുകൊണ്ട് ഡാൻസ് പരിപാടികളുണ്ടായിരുന്നു. ആ വീഡിയോ നോക്കിയിട്ട് നമ്മൾ അതുപോലെ ഡാൻസ് സ്റ്റെപ്സൊക്കെ കോപ്പി ചെയ്തുകൊണ്ട് അങ്ങനെ കളിയായി. അത് കഴിഞ്ഞ് ഇതാ ഈ കണ്ണ പോലെ അടിയായി. അങ്ങനെ നമ്മുടെ രാത്രി കഴിഞ്ഞു കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ കാലത്താണ്. നമ്മൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കേട്ടോ. സാൻഡ്വിച്ച് ഉണ്ടാക്കി ഉച്ചത്തേനുള്ള ലഞ്ചും കയ്യിൽ പിടിച്ചു. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെയുള്ള ഒരു വാട്ടർ തീം പാർക്കിലോട്ട് പോയി കേട്ടോ. നോക്ക്, ഇപ്പോൾ കാണുമ്പോൾ ഒരു ബീച്ചിൻ്റെ വൈബില്ലേ, അങ്ങനത്തെ ഒരു ചെറിയൊരു വാട്ടർ തീം പാർക്കായിരുന്നു. നമ്മളിതിൽ കയറി 3 ആള് പോണതുണ്ട്. 3 ആളിങ്ങനെ വട്ടണ പോണം. അതിൽ നമ്മൾ കയറിയേ. പക്ഷെ നമ്മൾ അത് നോക്കുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ കയറിയില്ല. ആ പോയത് ഉണ്ണിയേട്ടനും ആറ്റിലായിരുന്നു കേട്ടാ. ഇത് കണ്ട, ഇത് നമ്മളെ കടലിലെല്ലാം ഇങ്ങനെ സർഫിങ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു ചെറിയ സെറ്റപ്പാണ്. ഇത് ഭയങ്കര പാടാണ്. ഉണ്ണിയേട്ടനൊക്കെ കയറിയിട്ട് പറയുന്നുണ്ടായിരുന്നു ബാലൻസ് ചെയ്ത് നിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് എല്ലാവരും വീടുകളിലോട്ടേക്ക് തിരിച്ചു പോയി. പിന്നെ ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.